മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ പ്രശ്നമുണ്ടാക്കുകയാണ് വീണ്ടും പടയപ്പ. കഴിഞ്ഞ രാത്രിയിൽ KSRTC ബസിന് നേരെയായിരുന്നു പടയപ്പയുടെ പരാക്രമം. മദപ്പാടിലുള്ള ആനയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാലും ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ മറയൂർ 8-ാം മൈലിന് സമീപം നിലയുറപ്പിച്ച പടയപ്പ നിരവധി വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. കൊടുംവളവിൽ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് KSRTC ബസിന്റെ പിന്നിലേക്ക് ആന ഓടിയെത്തിയത്. ബസിന് കേടുപാടുകൾ വരുത്താനും ശ്രമം. മറ്റു വാഹനങ്ങളും ആന വെറുതെ വിട്ടില്ല. പിക്കപ്പ് വാഹനം തടഞ്ഞു നിർത്തി തണ്ണിമത്തനെടുത്തു. കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനത്തിന് നേരെ ആന പാഞ്ഞെടുത്തിരുന്നു. ഇറങ്ങിയോടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതിയെ പടയപ്പ ആക്രമിച്ചു. തൃശൂർ സ്വദേശിയായ യുവതിക്ക് ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റു. ഇതേ ദിവസം തന്നെ ഒരു ലോറിയും തടഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് സിനിമാ പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ആക്രമിച്ചിരുന്നു. 2 ആഴ്ച മുൻപ് മറയൂർ സ്വദേശികളുടെ കാറിന് നേരെ ആന ഓടിയെത്തിയതോടെ വാഹനം വെട്ടിച്ചുമാറ്റാനുള്ള ശ്രമത്തിനിടയിൽ കാർ പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായി. നിലവിൽ പടയപ്പ മദപ്പാടിലാണെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ആനയെ നിരീക്ഷിക്കുന്നതിനും വിവരങ്ങൾ ജനങ്ങൾക്ക് കൈമാറുന്നതിനുമായി 5 അംഗ സംഘത്തെ നിയോഗിച്ചതായും വനംവകുപ്പ് പറയുന്നു. നിരീക്ഷണം ശക്തമാക്കുക, ഈ ആനയുടെ കൃത്യമായ ലൊക്കേഷൻ ജനങ്ങളെ അറിയിക്കുക. ഒരു ഹൈവേയിലോട്ട് ആന വരികയാണെങ്കിൽ അതിനെ ഓടിച്ചു വിടാനുള്ള സംവിധാനം ചെയ്യുക. അതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ 5 പേരുണ്ടാവും. പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടുന്ന് കൂടുതൽ ആളുകൾ വാഹനത്തിലൂടെ എത്തിച്ചേരും. ഇത് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അപകടപരമായ ഇത് ലെയിൻസിനൊക്കെ അടുത്തേക്ക് നീങ്ങുകയാണെങ്കിൽ മാത്രം കൂടുതൽ ആളുകൾ അവിടോട്ട് ചെല്ലും. ഇവിടെ ഇപ്പോൾ മസ്തിലാണെന്നാണ് വെറ്റിനറി ഡോക്ടർ അഭിപ്രായപ്പെട്ടത്. അത് തന്നെ ആയിരിക്കാം ഇതിന് കാരണം. രാത്രികാലങ്ങളിൽ നിരീക്ഷണം കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പകൽ സമയത്ത് ഉൾവനത്തിലേക്ക് പിൻവലിയാതെ പടയപ്പ തോട്ടം മേഖലയിൽ നിലയുറപ്പിക്കുകയാണ്. മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ പടയപ്പ സ്ഥിരം സാന്നിധ്യമായതോടെ രാത്രിയാത്ര ദുഷ്കരമായിരിക്കുകയാണ്. ന്യൂസ് 18 ഇടുക്കി.